നമസ്കാരം. ഞാൻ ഷാരു സോജൻ കൊല്ലറേട്ട്. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തിൽ അതിരൂപത ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. ജ്ഞാനായ യുവത്വം സഭയുടെ തണലിൽ സമുദായത്തോട് ചേർന്ന് ഇടവക വളർച്ചയ്ക്കായി എന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റി 2022 ജനുവരി മാസം പുന്നത്തറ പഴയ പള്ളിയിൽ തിരികൊളുത്തിയ 2022-23 പ്രവർത്തന വർഷം ഇന്ന് അതിൻ്റെ സമാപന ദിനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. നാളിതുവരെ സംഘടനയുടെ ഉന്നമനത്തിനായി എല്ലാ പോഷകവും നൽകി സംഘടനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എല്ലാ മുൻകാല ഭാരവാഹികൾക്കും ചാപ്ലിയന്മാർക്കും ഡയറക്ടർമാർക്കും അഡ്വൈസേഴ്സിനും എല്ലാ യുവജനങ്ങൾക്കും അതുപോലെ തന്നെ ഇന്ന് ഈ പ്രവർത്തന വർഷത്തിൽ സംഘടനയെ നയിക്കുന്ന എല്ലാ യൂണിറ്റ്, ഫൊറോന, അതിരൂപത സമിതി അംഗങ്ങൾക്കും യുവജന സുഹൃത്തുക്കൾക്കും അതിലുപരി സംഘടനയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ പിന്തുണയും നൽകി ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവിനും മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ പിതാവിനും ഗീവർഗീസ് മാർ അപ്രേം പിതാവിനും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് KCYL കോട്ടയം അതിരൂപത 2022-23 പ്രവർത്തന വർഷ ഡിജിറ്റൽ റിപ്പോർട്ട് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. അതിരൂപതാതല കരോൾ ഗാന ദൃശ്യാവിഷ്കാര മത്സരവും 2020-21 പ്രവർത്തന വർഷ സമാപനവും. KCYL സംഘടനയുടെ 2020-21 പ്രവർത്തന സമിതിയുടെ വാർഷികവും സമാപനവും കരോൾ ഗാന ദൃശ്യാവിഷ്കാര മത്സരവും 2021 ഡിസംബർ മാസം 19-ാം തീയതി ഞീഴൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. KCYL അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗം കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അതിരൂപതയിലെ ഏറ്റവും നല്ല യൂണിറ്റുകളായി നീണ്ടൂർ, നീർക്കാട്, പുന്നത്തറ യൂണിറ്റുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയപ്പോൾ ഏറ്റവും നല്ല ഫൊറോനകളായി ഇടക്കാട്ട്, ചുങ്കം, കടുത്തുരുത്തി ഫൊറോനകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ കരോൾ ഗാന ദൃശ്യാവിഷ്കാര മത്സരത്തിൽ നീണ്ടൂർ, അരീക്കര, ഞീഴൂർ യൂണിറ്റുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. സമ്മാനാർഹരായ എല്ലാവർക്കും അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 2022-23 പ്രവർത്തന വർഷ നിയുക്ത ഭാരവാഹികൾ. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തേക്കുള്ള നിയുക്ത ഭാരവാഹികളായി പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ, ജനറൽ സെക്രട്ടറി ശ്രീ ഷാരു സോജൻ കൊല്ലറേട്ട്, വൈസ് പ്രസിഡന്റുമാരായി ശ്രീ ജെറിൻജോയ് പാറാണിയിൽ, ശ്രീ ജോക്കി ജോർജ് അടിയായി പള്ളിൽ, ജോയിന്റ് സെക്രട്ടറിമാരായി അലീന ലൂമോൻ പാലത്തിങ്കൽ, സിറിൽ സിറിയക് മന്നാകുളത്തിൽ, ട്രഷററായി ശ്രീ ജെയ്സൺ ജോസ് മുകളേൽ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. നിയുക്ത ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തപ്പെട്ടു. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തിന്റെ നിയുക്ത ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് 2022 ജനുവരി മാസം 4-ാം തീയതി കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് നിയുക്ത ഭാരവാഹികൾക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തു. സമ്മേളനത്തിൽ സംഘടനയുടെ 2021-22 പ്രവർത്തന വർഷത്തിലെ അതിരൂപത ഭാരവാഹികൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. ആശ്വാസ് ചികിത്സാ സഹായ ഫണ്ട് നൽകി. പറമ്പഞ്ചേരി ഇടവകയിലെ ഒരു കുടുംബത്തിലെ 2 KCYL യുവാക്കൾക്കായും പുന്നത്തറ ഇടവകയിലെ ഒരു KCYL യുവാവിനായും ആശ്വാസ ചികിത്സാ സഹായ ഫണ്ടിൽ നിന്നും 70,000 രൂപ നൽകി. KCYL നിവേദനം നൽകി. ക്രിസ്ത്യാനി സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ദിനമായ ഞായറാഴ്ചകളിലെ ലോക്ക്ഡൌൺ എന്ന കേരള സർക്കാരിന്റെ തീരുമാനത്തിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യവുമായി 2022 ഫെബ്രുവരി മാസം 4-ാം തീയതി KCYL അതിരൂപത സമിതി അംഗങ്ങൾ കോട്ടയം ജില്ലാ കളക്ടർക്ക് നിവേദനം നൽകി. PP കിറ്റ് വിതരണം ചെയ്തു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 2022 ഫെബ്രുവരി മാസം 5-ാം തീയതി KCYL സംഘടനയ്ക്ക് PP കിറ്റുകൾ വിതരണം ചെയ്യപ്പെട്ടു. കേരള സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ, KCYL അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിലിനും വൈസ് പ്രസിഡന്റ് ശ്രീ ജെറിൻ ജോയ് പാറാണിയിലിനും PP കിറ്റുകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നാട്ടിൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി KCYL സംഘടന. നാട്ടിൽ ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ജ്ഞാനായ യുവജനങ്ങൾക്ക് പ്രോത്സാഹനവും
സഹായവും നൽകുന്നതിന് KCYL അതിരൂപതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 2022 ഫെബ്രുവരി മാസം 18-ാം തീയതി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിർമ്മിക്കുകയും ഗ്രൂപ്പിലൂടെ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. KCYL ടാസ്ക് ഫോഴ്സ് പ്രവർത്തനം 2021 നവംബർ മാസം 21 മുതൽ 2022 ഫെബ്രുവരി മാസം 27-ാം തീയതി വരെ കോട്ടയം അതിരൂപതയിലെ വിവിധ ഇടവകളിലായി 12ഓളം കോവിഡ് മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് KCYL സംഘടന നേതൃത്വം നൽകി. ജ്ഞാനായ പ്രേക്ഷിത കുടിയേറ്റ അനുസ്മരണ സന്ദേശയാത്ര. കുടിയേറ്റ ദിനാചരണത്തോടനുബന്ധിച്ച് 2022 മാർച്ച് മാസം 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെ നടന്ന ജ്ഞാനായ പ്രേക്ഷിത കുടിയേറ്റ അനുസ്മരണ സന്ദേശയാത്രയിൽ ആദ്യം മുതൽ അവസാനം വരെ KCYL സംഘടനയുടെ സാന്നിധ്യവും സഹകരണവും അറിയിച്ചു. സന്ദേശയാത്രയ്ക്ക് ആവശ്യമായി KCYL സംഘടന 50,000 രൂപ നൽകുകയും യാത്രയുടെ ആദ്യ ദിനം മുതൽ അവസാന ദിനം വരെ യാത്രയെ അനുഗമിക്കുകയും ചെയ്തു. KCYL വനിതാ ദിന ആഘോഷവും വുമൻസൽ ഉദ്ഘാടനവും. KCYL സംഘടനയുടെ നേതൃത്വത്തിൽ വനിതാ ദിന ആഘോഷവും വുമൻസൽ ഉദ്ഘാടനവും കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. അതിരൂപതാ പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KCWA അതിരൂപതാ പ്രസിഡന്റ് ശ്രീമതി ലിൻസി രാജൻ ഉദ്ഘാടനം ചെയ്തു. അന്നേ ദിവസം അതിരൂപതയിലെ പ്രഗത്ഭരായ 10 വനിതകളെ ഉൾപ്പെടുത്തി KCYL വുമൻസെൽ രൂപീകരിക്കുകയുണ്ടായി. വുമൻസെൽ കോർഡിനേറ്റർ ആയി അതിരൂപത ജോയിന്റ് സെക്രട്ടറി അലീന ലുമോൻ പ്രവർത്തിച്ചു വരുന്നു. 2022-23 പ്രവർത്തന വർഷ ഉദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും നടപടി മത്സരവും. 2022-23 പ്രവർത്തന വർഷ ഉദ്ഘാടനവും മാർഗരേഖ പ്രകാശനവും നടപടി മത്സരവും 2022 മാർച്ച് മാസം 27-ാം തീയതി പുന്നത്തറ പഴയ പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗം കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട് ഉദ്ഘാടനം ചെയ്തു. 2022-23 പ്രവർത്തന വർഷത്തിന്റെ മാർഗരേഖയും ആപ്തവാക്യവും തദ്വസരത്തിൽ അഭിവന്ദ്യ പിതാവ് പ്രകാശനം ചെയ്യുകയുണ്ടായി. പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച നടപടി മത്സരത്തിൽ കരിങ്കുന്നം, പുന്നത്തറ, നേർക്കാട് യൂണിറ്റുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. 2022-23 പ്രവർത്തന വർഷ ആപ്തവാക്യം. 2022-23 പ്രവർത്തന വർഷത്തെ ആപ്തവാക്യമായ ജ്ഞാനായ യുവത്വം സഭയുടെ തണലിൽ സമുദായത്തോട് ചേർന്ന് ഇടവക വളർച്ചയ്ക്കായി എന്ന ആപ്തവാക്യം പ്രവർത്തന വർഷ ഉദ്ഘാടന വേദിയിൽ അഭിവന്ദ്യ മൂലക്കാട്ട് പിതാവ് പ്രകാശനം ചെയ്യുകയും സെനറ്റ് നിർദ്ദേശിച്ച ആപ്തവാക്യ മത്സര വിജയിയായ മാരടം യൂണിറ്റിലെ അനു മാത്യുവിന് അഭിവന്ദ്യ പിതാവ് സമ്മാനം നൽകുകയും ചെയ്തു. നേതൃസംഗമം സ്പാർക്ക് 2K22 KCYL സംഘടനയുടെ 32-ാം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം അതിരൂപതയിലെ എല്ലാ KCYL യൂണിറ്റിലെയും 216 ഭാരവാഹികളെ ഉൾപ്പെടുത്തി അതിരൂപതാതല നേതൃസംഗമം സ്പാർക്ക് 2K22 2022 മെയ് മാസം 14-ാം തീയതി കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. നേതൃസംഗമം കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിവന്ദ്യ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് ഉദ്ഘാടനം ചെയ്തു. 2022-23 പ്രവർത്തന വർഷത്തെ പ്രഥമ സിൻഡിക്കേറ്റ് മീറ്റിംഗ്. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തിലെ പ്രഥമ സിൻഡിക്കേറ്റ് മീറ്റിംഗ് 2022 ജൂൺ മാസം 10-ാം തീയതി കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ വിവിധ ഫൊറോനകളിൽ നിന്നായി 13 സിൻഡിക്കേറ്റ് അംഗങ്ങൾ മീറ്റിംഗിൽ പങ്കെടുത്തു. നൈജീരിയയ്ക്കായി കൈകോർത്ത് KCYL സംഘടന. നൈജീരിയയിലെ ഓവോ നഗരത്തിലെ ദേവാലയത്തിൽ നടന്ന ക്രൈസ്തവ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചും മൃത്യുവരിച്ചവർക്കായി പ്രാർത്ഥിച്ചും ലോകസമാധാനത്തിനായി 2022 ജൂൺ മാസം 10-ാം തീയതി കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് KCYL കോട്ടയം അതിരൂപത സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രാർത്ഥനാഞ്ജലി നടത്തി. ലോക രക്തദാന ദിനത്തിൽ രക്തം ദാനം ചെയ്ത് KCYL സംഘടന. ജൂൺ 14 ലോക രക്തദാന ദിനത്തിൽ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിന്റെ സഹകരണത്തോടെ KCYL അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ ഹോസ്പിറ്റലിൽ രക്തദാനം നിർവഹിച്ചു. KCYL ഡയറക്ടേഴ്സ് ആൻഡ് അഡ്വൈസേഴ്സ് മീറ്റ് നടത്തപ്പെട്ടു. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തെ പ്രഥമ ഡയറക്ടേഴ്സ് ആൻഡ് അഡ്വൈസേഴ്സ് മീറ്റ് കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് 2022 ജൂലൈ മാസം 18-ാം തീയതി നടത്തപ്പെട്ടു. KCYL കോട്ടയം അതിരൂപത പ്രസിഡന്റ്
ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗം ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ശ്രീ ഷാജിമോൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അതിരൂപതാതല യുവജന ദിനാഘോഷം നടത്തപ്പെട്ടു. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തിലെ ആദ്യ അതിരൂപതാതല യുവജന ദിനാഘോഷം ജൂലൈ മാസം 27-ാം തീയതി നീരിക്കാട് ലൂർദ് മാതാ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. ഫാദർ സൈമൺ പുല്ലാട്ട് നയിച്ച സമുദായ അവബോധന ക്ലാസ്സിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ KCYL അതിരൂപത വൈസ് പ്രസിഡന്റ് ശ്രീ ജെറിൻ ജോയ് പാറാണിയിൽ അധ്യക്ഷത വഹിക്കുകയും കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിവന്യ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. യുവജനദിന ആഘോഷത്തോട് അനുബന്ധിച്ച് നടത്തിയ പുരാതന പാട്ട് മത്സരത്തിൽ നീണ്ടൂർ, മറ്റക്കര, കൈപ്പുഴ യൂണിറ്റുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മത്സ്യത്തൊഴിലാളി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KCYL പ്രകൃതിക്ഷോഭങ്ങളിൽ വിറങ്ങലിച്ച കേരളക്കരയെ പ്രതീക്ഷയുടെ ദിനങ്ങളിലേക്ക് കരം പിടിച്ചുയർത്തിയ മത്സ്യത്തൊഴിലാളികളെയും തീരദേശ ജനതയെയും അവരുടെ സേവനങ്ങളെയും കണ്ടിൽ നടിക്കുവാൻ കേരളക്കരയ്ക്ക് സാധിക്കില്ല. മത്സ്യത്തൊഴിലാളികളുടെ സമര പോരാട്ടത്തിൽ KCYL സംഘടന ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 5ാമത് കോട്ടയം അതിരൂപതാതല ഫാദർ ജേക്കബ് കുറുപ്പിനകത്ത് മെമ്മോറിയൽ പ്രസംഗ മത്സരവും ഓണാഘോഷവും ഓണപ്പാട്ട് മത്സരവും KCYL സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന 5ാമത് കോട്ടയം അതിരൂപതാതല ഫാദർ ജേക്കബ് കുറുപ്പിനകത്ത് മെമ്മോറിയൽ പ്രസംഗ മത്സരവും ഓണാഘോഷവും ഓണപ്പാട്ട് മത്സരവും 2022 ഓഗസ്റ്റ് മാസം 4-ാം തീയതി മറ്റക്കര മണ്ണൂർ പള്ളിയിൽ വെച്ച് നടത്തപ്പെട്ടു. അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗം കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് ഉദ്ഘാടനം ചെയ്തു. പ്രസംഗ മത്സരത്തിൽ നവ്യ മരിയ നീറിക്കാട്, അമിത് ജോയ്സ് പൂഴിക്കോൽ, ഡില്ല ജോസ് കരിങ്കുന്നം എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടിയപ്പോൾ ഓണപ്പാട്ട് മത്സരത്തിൽ നീണ്ടൂർ, കരിങ്കുന്നം, കൈപ്പുഴ യൂണിറ്റുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. KCYL ലീഡർഷിപ്പ് ക്യാമ്പ് നടത്തപ്പെട്ടു. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തെ ആദ്യ ലീഡർഷിപ്പ് ക്യാമ്പ് കോട്ടയം ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് 2022 സെപ്റ്റംബർ മാസം 9, 10, 11 തീയതികളിൽ നടത്തപ്പെട്ടു. വിവിധ ഇടവകളിലായി 82 അംഗങ്ങൾ പങ്കെടുത്ത ലീഡർഷിപ്പ് ക്യാമ്പ് കോട്ടയം അതിരൂപത സഹായമെത്രാൻ അഭിവന്യ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ നിന്ന് ബെസ്റ്റ് ക്യാമ്പറായി ജോൺ സി ബെന്നി ചേർപ്പങ്കലിനെയും അമരിസ വിജിൽ പിറവം എന്നിവരെ തിരഞ്ഞെടുത്തു. ക്യാമ്പിന്റെ സമാപന സമ്മേളന ഉദ്ഘാടനം കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് നിർവഹിച്ചു. അതിരൂപത സമിതി അംഗങ്ങൾ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. പ്രാർത്ഥനാ യജ്ഞം നടത്തി. കേരള സഭാ നവീകരണത്തോടനുബന്ധിച്ച് നടത്തുന്ന 40 ദിവസത്തെ പ്രാർത്ഥനാ യജ്ഞത്തിന്റെ ഭാഗമായി 2022 സെപ്റ്റംബർ മാസം 21-ാം തീയതി കോട്ടയം അതിരൂപതയ്ക്കായി പ്രാർത്ഥിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസത്തിൽ KCYL അതിരൂപത സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഓർമ്മയിൽ ക്രിസ്ത്യൻ PC KCYL സംഘടനയുടെ 1996-98 പ്രവർത്തന വർഷത്തിൽ പ്രസിഡന്റായി സംഘടനയെ നയിച്ച ബഹുമാനപ്പെട്ട ക്രിസ്ത്യൻ സാറിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് മുൻകാല രൂപത ഭാരവാഹികളെയും KCYL സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ഉൾപ്പെടുത്തി ഓർമ്മയിൽ ക്രിസ്ത്യൻ PC എന്ന പേരിൽ ഓൺലൈനായി 2022 ഒക്ടോബർ മാസം 13-ാം തീയതി അനുശോചന യോഗം കൂടി. സ്നേഹപൂർവ്വം KCYL പദ്ധതി. കോട്ടയം മെഡിക്കൽ കോളേജിലെ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഒരു നേരത്തെ ഭക്ഷണം എത്തിച്ചു നൽകുന്ന സ്നേഹപൂർവ്വം KCYL എന്ന പദ്ധതി 2022 ഒക്ടോബർ മാസം 18-ാം തീയതി തുടക്കം കുറിച്ചു. KCYL സംഘടനയുടെ കാരുണ്യത്തിന്റെ മുഖമായ സ്നേഹപൂർവ്വം KCYL പദ്ധതി 2022 ഒക്ടോബർ മാസം മുതൽ ഒരു വർഷത്തേക്ക് വിവിധ യൂണിറ്റുകളുടെയും ഫൊറോനയുടെയും സഹകരണത്തോടെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ തീരുമാനമെടുത്തു. അതിന്റെ ഭാഗമായി നാളിതുവരെ പിറവം ഫൊറോന, KCYL അതിരൂപതാ സമിതി, KCSL സംഘടന, UK KCYL, കൈപ്പുഴ ഫൊറോന, ഇടക്കേട്ട് ഫൊറോന, കുറ്റൂർ, മറ്റക്കര, നീഴൂർ, ചെറുകര, സേനാപതി, കിടങ്ങൂർ, കല്ലറ പുത്തൻപള്ളി എന്നീ യൂണിറ്റുകളുടെയും സഹകരണത്തോടെ ഈ പദ്ധതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അമ്മയോടൊപ്പം ജപമാല മാസാചരണം. KCYM സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ അമ്മയോടൊപ്പം ജപമാല മാസാചരണത്തിന്റെ ഭാഗമായി 2022 ഒക്ടോബർ മാസം 31-ാം തീയതി രാത്രി 8 മണിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഗൂഗിൾ മീറ്റിലൂടെ കോട്ടയം അതിരൂപതയിലെ
പത്തനംതിട്ട രൂപതയിലെയും യുവജനങ്ങൾ ഒത്തുകൂടുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. 54ാമത് ജന്മദിനാഘോഷവും ഗ്രൂപ്പ് ഡാൻസ് മത്സരവും. KCVL സംഘടനയുടെ 54ാമത് ജന്മദിനാഘോഷവും ഗ്രൂപ്പ് ഡാൻസ് മത്സരവും മണക്കാട് സെന്റ് ജോസഫ് ക്നാനായ കത്തോലിക്ക ദേവാലയത്തിൽ വെച്ച് 2022 നവംബർ മാസം 20-ാം തീയതി നടത്തപ്പെട്ടു. അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗം മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ഗ്രൂപ്പ് ഡാൻസ് മത്സരത്തിൽ കരിങ്കുന്നം, ചുങ്കം, പുന്നത്തുറ യൂണിറ്റുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. KCVL കോട്ടയം അതിരൂപതാ തല ലഹരി വിമുക്തി ക്യാമ്പയിൻ നടത്തി. KCVL സംഘടനയുടെ അതിരൂപതാ തലത്തിലുള്ള ലഹരി വിമുക്തി ക്യാമ്പയിൻ മണക്കാട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ വെച്ച് തുടക്കം കുറിച്ചു. അതിരൂപതാ പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷത വഹിച്ച ക്യാമ്പയിൻ ഉഴവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോണീസ് പി സ്റ്റീഫൻ ഉദ്ഘാടനം ചെയ്തു. KCVL ആദരിച്ചു. സീറോ മലബാർ സഭയുടെ യുവജന പ്രസ്ഥാനമായ SMYM-ന്റെ സംസ്ഥാന ഡെപ്യൂട്ടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പടമുഖം KCVL അംഗവും മുൻ അതിരൂപത വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സ്റ്റെഫി കെ റജിയെ 2022 മാർച്ച് മാസം 20-ാം തീയതി മണക്കാട് വെച്ച് നടത്തപ്പെട്ട 54ാമത് ജന്മദിനാഘോഷത്തിൽ ബഹുമാനപ്പെട്ട കേരള ജലവകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ മൊമെന്റോ നൽകി ആദരിക്കുകയുണ്ടായി. ക്രിസ്മസ് ക്രിപ്പ് മേക്കിംഗ് വീഡിയോ കോൺടെസ്റ്റ്. KCVL അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ 2022 ക്രിസ്മസിനോടനുബന്ധിച്ച് പുൽക്കൂട് മേക്കിംഗ് വീഡിയോ കോമ്പറ്റീഷൻ നടത്തപ്പെട്ടു. കോട്ടയം അതിരൂപതയിലെ വിവിധ KCVL യൂണിറ്റുകൾ പങ്കെടുത്ത മത്സരത്തിൽ കരിങ്കുന്നം, തേറ്റമല, കൂടല്ലൂർ എന്നീ യൂണിറ്റുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. തോട്ടറ, കാരിത്താസ്, പാഴ്ത്തുരുത്ത്, കൊട്ടോടി, കണ്ണങ്കര എന്നീ യൂണിറ്റുകൾ പ്രോത്സാഹന സമ്മാനത്തിന് അർഹത നേടി. എപ്പാർക്കിയൽ അസംബ്ലിയിൽ പങ്കുചേർന്നു. കോട്ടയം അതിരൂപത എപ്പാർക്കിയൽ അസംബ്ലിയിൽ KCVL സംഘടനയെ പ്രതിനിധീകരിച്ച് പ്രസിഡന്റ് ലിബിൻ ജോസ് പാറയിൽ, ജോയിന്റ് സെക്രട്ടറി അലീന ലൂമോൻ പാലത്തിങ്കൽ, ചാപ്ലയിൻ ഫാദർ ചാക്കോ വണ്ടൻകുഴിയിൽ, ഡയറക്ടർ ഷെല്ലി ആലപ്പാട്ട്, സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ ലേഖ SJC എന്നിവർ പങ്കെടുത്തു. KCVL മുൻകാല രൂപത അതിരൂപതാ സമിതി അംഗങ്ങളുടെ പ്രഥമ സംഗമം ഒരു വട്ടം കൂടി. KCVL സംഘടനയെ മുൻകാലത്ത് ധീരമായി മുന്നോട്ട് നയിച്ച രൂപത അതിരൂപതാ സമിതി അംഗങ്ങളുടെ പ്രഥമ സംഗമം ഒരു വട്ടം കൂടി എന്ന പേരിൽ 2023 ജനുവരി മാസം 8-ാം തീയതി കോട്ടയം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. KCVL അതിരൂപതാ പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗം മുൻ രൂപതാ ഡയറക്ടർ പ്രൊഫസർ KC ജോസഫ് കറുകപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. 31 മുൻകാല അതിരൂപതാ ഭാരവാഹികൾ സംഗമത്തിൽ പങ്കുചേർന്നു. യുവജന അവബോധം 2023. കോട്ടയം അതിരൂപതയിൽ 10, +1, +2 ക്ലാസ്സുകളിൽ വിശ്വാസ പരിശീലനം നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടി കാറ്റഗിസം കമ്മീഷൻ നൽകിയിട്ടുള്ള വിഷയങ്ങളും ആനുകാലിക വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള യുവജന അവബോധം 2023 ക്ലാസ് ഞീഴൂർ ഉണ്ണിമിശിഹ വിശ്വാസ പരിശീലന കേന്ദ്രത്തിൽ വെച്ച് 2023 ഫെബ്രുവരി മാസം 5-ാം തീയതി KCVL അതിരൂപത ഡയറക്ടർ ശ്രീ ഷെല്ലി ആലപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. KCVL സംഘടനയുടെ നേതൃത്വത്തിൽ KCVL വുമൺ സെല്ലിൻ്റെയും യൂത്ത് കമ്മീഷന്റെയും സഹകരണത്തോടെ നടത്തപ്പെട്ട ക്ലാസ് ഞീഴൂർ, കടുത്തുരുത്തി, പാഴ്ത്തുരുത്ത്, കുറുമുള്ളൂർ, തോട്ടറ, കരിപ്പാടം, കുറുപ്പന്തറ, കല്ലറ പുത്തൻപള്ളി, മേമുറി, കരിങ്കുന്നം, മണക്കാട്, വടക്കുമുറി, മാറിക, മോനിപ്പള്ളി, ചേറ്റുകുളം, പയസ് മൗണ്ട്, കൂടല്ലൂർ എന്നീ 18 യൂണിറ്റുകളിൽ നടത്തപ്പെട്ടു. യാത്രയയപ്പ് നൽകി KCVL സംഘടന. KCVL സംഘടനയുടെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് ചലിപ്പിക്കുവാൻ തോളോട് തോൾ ചേർന്ന് കൂടെ നിന്ന് ശേഷം വിദേശത്തേക്ക് യാത്രയാവുന്ന കൈപ്പുഴ ഫോറോണ പ്രസിഡന്റും സിൻഡിക്കേറ്റ് അംഗവുമായ ശ്രീ ജിമ്മി മാത്യുവിന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഒത്തുചേർന്ന് അതിരൂപതാ സമിതി അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും യാത്രയയപ്പ് നൽകുകയുണ്ടായി. പ്രതിജ്ഞ വീഡിയോ കോൺടെസ്റ്റ്. ക്നാനായ കുടിയേറ്റ അനുസ്മരണ ദിനത്തിൻ്റെയും ക്നായ് തോമ ദിനത്തിൻ്റെയും ഭാഗമായി KCVL അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ കോട്ടയം അതിരൂപതയിലെ എല്ലാ KCVL യൂണിറ്റുകൾക്കുമായി KCVL സംഘടനയുടെ പ്രതിജ്ഞ ഏറ്റുചൊല്ലുന്ന ഒരു വീഡിയോ കോൺടെസ്റ്റ് മത്സരം നടത്തുകയുണ്ടായി. മത്സരത്തിൽ കൈപ്പുഴ, കാരിത്താസ്, കിടങ്ങൂർ യൂണിറ്റുകൾ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഐക്യദാർഢ്യം അറിയിച്ചു. കർഷകരുടെ ഉന്നമനത്തിനായി ധീരപൂർവ്വം സംസാരിച്ചതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിൽ തേജോവധം ചെയ്യപ്പെട്ട അഭിവന്ദ്യ ജോസഫ് പാംബ്ലാനി പിതാവിന്റെ വാക്കുകളോട് സംഘടന ഐക്യദാർഢ്യം അറിയിച്ചു.
KCYL ചെന്നൈ യൂണിറ്റ് സന്ദർശിച്ചു. KCYL സംഘടനയുടെ ദേശീയ അന്തർദേശീയ തലത്തിലുള്ള അടിസ്ഥാന വളർച്ചയുടെ തുടക്കമെന്നോണം അഫിലിയേഷൻ നടപടികളുടെ ഭാഗമായി KCYL അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിലും ജനറൽ സെക്രട്ടറി ശ്രീ ഷാരു സോജൻ കൊല്ലറേട്ടും മാർച്ച് മാസം 26-ാം തീയതി KCYL ചെന്നൈ യൂണിറ്റ് സന്ദർശിച്ചു. KCYL പരാതി സമർപ്പിച്ചു. തലശ്ശേരി ബ്രണൻ കലോത്സവവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ കുരിശിനെയും പവിത്രമായ വിശുദ്ധ കുംഭസാരത്തിനെയും അപമാനിച്ചുകൊണ്ട് SFI സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ ക്രൈസ്തവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതും ഒരു സമുദായത്തെ ഒന്നടങ്കം അപമാനിക്കുന്നതുമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഇത്തരം നടപടികൾക്കെതിരെയും വിശുദ്ധ കുരിശിനെ അവഹേളിച്ച് SFI തയ്യാറാക്കിയ പോസ്റ്ററിനെതിരെയും പ്രതിഷേധിച്ച് തലശ്ശേരി SP-ക്ക് സംഘടന പരാതി സമർപ്പിച്ചു. കക്കുകളിയിൽ കണ്ടതല്ലെങ്കിൽ പിന്നെ എന്താണ് യാഥാർത്ഥ്യം? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ സകല പരിധിയും ലംഘിച്ചുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തെയും സന്യാസത്തെയും അവഹേളിക്കുന്ന കക്കുകളിക്കാർ കാണാത്ത നേരിന്റെ നേർക്കാഴ്ചയിലേക്ക് യുവജനങ്ങളെയും സമൂഹത്തെയും കൂട്ടിക്കൊണ്ടുപോകുവാൻ KCYL അതിരൂപതാ സമിതി അംഗങ്ങൾ കോട്ടയം അതിരൂപതയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സന്യാസ സമൂഹത്തിൽ എത്തുകയും അവരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാ, കായിക, സാംസ്കാരിക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെയും ഒരു ഡോക്യുമെന്ററി നിർമ്മിക്കുകയും സമൂഹ മാധ്യമങ്ങളിലൂടെ യുവജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു. കൈത്താങ്ങായി KCYL. പാലത്തുരുത്ത് ഇടവക അംഗമായ കുട്ടിയുടെ ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സയ്ക്കായി KCYL അതിരൂപതാ സമിതിയും അമേരിക്കയിലെ സാക്രമെൻറ്റോ സെൻറ്റ് ജോൺ പോൾ രണ്ടാമൻ ജ്ഞാനായ കാത്തലിക് മിഷനും സമാഹരിച്ച 1,61,620 രൂപ ഏപ്രിൽ മാസം 13-ാം തീയതി KCYL അതിരൂപതാ പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ പാഴത്തുരുത്ത് യൂണിറ്റ് ചാപ്ലിയൻ ഫാദർ സജി പുത്തൻപുരയിലിന് കൈമാറി. +1+2 ക്യാമ്പ് വിഷൻ മിഷൻ. കോട്ടയം അതിരൂപതയിലെ +1+2 കുട്ടികൾക്കായി അതിരൂപതയിലെ മതബോധന കമ്മീഷൻ ഒരുക്കുന്ന വിഷൻ മിഷൻ എന്ന ക്യാമ്പ് സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ടു. ഏപ്രിൽ മാസം 17-ാം തീയതി മുതൽ മെയ് മാസം 2-ാം തീയതി വരെ നീണ്ടുനിന്ന ക്യാമ്പിന് KCYL അതിരൂപതാ സമിതി അംഗങ്ങൾ നേതൃത്വം നൽകി. യുവജന പ്രതിഷേധം. മംഗലാപുരത്ത് സംഘടിപ്പിച്ച തെക്കൻ കൂട്ടം എന്ന KCYL കൂട്ടായ്മയെ അടച്ച് ആക്ഷേപിച്ച വ്യക്തിയുടെ പരാമർശങ്ങൾക്കെതിരെ സംഘടനയുടെ യുവജന സുഹൃത്തുക്കൾ പ്രതിഷേധം അറിയിച്ചു. കോട്ടയം അതിരൂപത പ്രതിഭാ സംഗമം. കോട്ടയം അതിരൂപതയിൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന പ്രതിഭാ സംഗമം KCYL അതിരൂപതാ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെയ് മാസം 4-ാം തീയതി ചൈതന്യ പാസ്റ്ററൽ സെന്ററിൽ വെച്ച് നടത്തപ്പെട്ടു. അതിരൂപതാ സമിതി അംഗങ്ങളായ ഷാരു സോജൻ കൊല്ലറേട്ട്, ജെറിൻ ജോയി പാറാണിയിൽ, ജെയ്സ് M ജോസ് മുകളേൽ, അലീന ലൂമോൻ പാലത്തിങ്കൽ എന്നിവർ സെഷനുകൾ നയിച്ചു. സമുദായ സംരക്ഷണ സദസ്സ്. കൊട്ടോടി സെന്റ് ആൻസ് ജ്ഞാനായ കാത്തലിക് ദേവാലയത്തിൽ സമുദായത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ഒരു സാഹചര്യം ചില ആളുകൾ മനഃപൂർവ്വം തീർത്തപ്പോൾ സമുദായ സംഘടനകളായ KCC, KCYL, KCWA ഒറ്റക്കെട്ടായി നിന്ന് മെയ് മാസം 18-ാം തീയതി കൊട്ടോടി ഇടവകയിൽ സമുദായ സംരക്ഷണ സദസ്സ് നടത്തി. അതിരൂപതല കായികമേള 2022-23. സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തിലെ അതിരൂപതല കായികമേള KCYL കൈപ്പുഴ യൂണിറ്റിന്റെ ആതിഥേയത്വത്തിൽ കൈപ്പുഴ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ മെയ് മാസം 28-ാം തീയതി ഞായറാഴ്ച നടത്തപ്പെട്ടു. മലബാറിൽ നിന്നുൾപ്പെടെ 11 ഫൊറോണകളിൽ നിന്നായി 307 കായിക താരങ്ങൾ പങ്കെടുത്തു. അതിരൂപതല കായികമേള കേരള രഞ്ജി ടീം ക്രിക്കറ്റ് ക്യാപ്റ്റനും കിടങ്ങൂർ ഇടവക അംഗവുമായ ശ്രീ സിജോമോൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിൽ ഫൊറോണ തലത്തിൽ രാജപുരം, കടുത്തുരുത്തി, കൈപ്പുഴ ഫൊറോണകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയപ്പോൾ യൂണിറ്റ് തലത്തിൽ മാലക്കല്ല്, രാജപുരം, ഏറ്റുമാനൂർ യൂണിറ്റുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ഡയറക്ടേഴ്സ് അഡ്വൈസേഴ്സ് മീറ്റ്. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തെ 2ാമത് ഡയറക്ടർ അഡ്വൈസേഴ്സ് മീറ്റ് കോട്ടയം കാരിത്താസ് ഡയമണ്ട് ജൂബിലി ഹാളിൽ വെച്ച് ഏപ്രിൽ മാസം 1-ാം തീയതി പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിലിന്റെ അധ്യക്ഷതയിൽ നടത്തപ്പെട്ടു. 57 അംഗങ്ങൾ പങ്കെടുത്ത യോഗം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഡയറക്ടർ
ഫാദർ ജോർജ് വലിയപറമ്പിൽ ക്ലാസ് നയിച്ചു. KCYL ഐക്യദാർഢ്യം അറിയിച്ചു. നീതിക്ക് വേണ്ടി തെരുവീതികളിൽ പോരാടുന്ന രാജ്യത്തിന്റെ അഭിമാനമായ ഗുസ്തി കായിക താരങ്ങൾക്ക് KCYL സംഘടനയുടെ ഐക്യദാർഢ്യം അറിയിച്ചു. ശാന്തി യാത്രയിൽ പങ്കുചേർന്നു. KCCയുടെ നേതൃത്വത്തിൽ KCYL, KCWA സംഘടനകളുടെ സഹകരണത്തോടെ ജൂൺ മാസം 25 തീയതി ഞായറാഴ്ച കോട്ടയത്ത് വെച്ച് നടത്തപ്പെട്ട പ്രാർത്ഥന കൂട്ടായ്മയിലും ശാന്തി യാത്രയിലും പ്രതിഷേധ ധർണയിലും KCYL അംഗങ്ങൾ പങ്കെടുത്തു. കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന പ്രാർത്ഥനകൾക്ക് KCYL അതിരൂപത ചാപ്ലൈൻ ഫാദർ ചാക്കോ വണ്ടൻകുഴിയിൽ നേതൃത്വം നൽകി. യുവജന ദിനാഘോഷം 2023. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തിലെ രണ്ടാമത് അതിരൂപതാ തല യുവജന ദിനാഘോഷം കരിങ്കുന്നം യൂണിറ്റിൽ വെച്ച് ജൂലൈ മാസം 16 തീയതി ഞായറാഴ്ച നടത്തപ്പെട്ടു. അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷത വഹിച്ച യോഗം കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞിരപ്പള്ളി രൂപത അംഗമായ അലോഹ മരിയ ബെന്നി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. യുവജന ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ചന്തം ചാർത്ത് മത്സരത്തിൽ ചുങ്കം, മറ്റക്കര, മോനിപ്പള്ളി എന്നീ യൂണിറ്റുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മണിപ്പൂർ കലാപത്തിനെതിരെ പ്രതിഷേധം. ഇന്ത്യ മഹാരാജ്യത്തെ നടുക്കിയ മണിപ്പൂർ കലാപത്തിനെതിരെയും കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ സ്ത്രീകളെ അതിക്രൂരമായി അപമാനിച്ച സംഭവത്തിനെതിരെയും KCYL സംഘടന ശക്തമായ പ്രതിഷേധം അറിയിച്ചു. തറയിൽ പിതാവിന്റെ കബറിടം സന്ദർശിച്ചു. അഭിവന്ദ്യ തറയിൽ പിതാവിന്റെ ഓർമ്മ ദിവസത്തിൽ KCYL അതിരൂപതാ സമിതി അംഗങ്ങൾ പിതാവിന്റെ കബറിടം സന്ദർശിക്കുകയും ഒപ്പീസ് ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തു. 6ാമത് കോട്ടയം അതിരൂപതാ തല ഫാദർ ജേക്കബ് കുറുപ്പിനകത്ത് മെമ്മോറിയൽ പ്രസംഗ മത്സരവും ഓണാഘോഷവും ഓണം ദൃശ്യാവിഷ്കാര മത്സരവും. ഫാദർ ജേക്കബ് കുറുപ്പിനകത്ത് മെമ്മോറിയൽ പ്രസംഗ മത്സരവും ഓണാഘോഷവും ഓണം ദൃശ്യാവിഷ്കാര മത്സരവും മാർഗ യൂണിറ്റിൽ വെച്ച് ഓഗസ്റ്റ് മാസം 27 തീയതി ഞായറാഴ്ച നടത്തപ്പെട്ടു. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരി പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. പ്രസംഗ മത്സരത്തിൽ അമിത് ജോയിസ് പൂഴിക്കോൽ, നവ്യ മരിയ നീറിക്കാട്, ടോണി മാക്കീൽ ഏറ്റുമാനൂർ എന്നിവർ യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ നേടി. ഓണം ദൃശ്യാവിഷ്കാര മത്സരത്തിൽ മറ്റക്കര, ചുങ്കം, കിടങ്ങൂർ യൂണിറ്റുകൾ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. രണ്ടാമത് ലീഡർഷിപ്പ് ക്യാമ്പ് നടത്തി. സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തിലെ രണ്ടാമത് ലീഡർഷിപ്പ് ക്യാമ്പ് ഓഗസ്റ്റ് മാസം 31 തീയതി മുതൽ സെപ്റ്റംബർ മാസം 2 തീയതി വരെ KCYL അതിരൂപത സമിതിയുടെ നേതൃത്വത്തിൽ പടമുഖം ഫോർവണ സമിതിയുടെ സഹകരണത്തോടുകൂടെ തടിയമ്പാട് ഫാത്തിമ മാതാ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെട്ടു. 77 അംഗങ്ങൾ പങ്കെടുത്ത ക്യാമ്പ് അതിരൂപത വികാരി ജനറൽ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ബെസ്റ്റ് ക്യാമ്പറായി നിബു ബെന്നി മറ്റക്കരയും നോയില സാബു തടിയമ്പാടും തിരഞ്ഞെടുക്കപ്പെട്ടു. 100 രൂപ ചലഞ്ച്. മടമ ഫോറോണയിലെ മൈക്കിൾ ഗിരി ഇടവക അംഗവും KCYL യൂണിറ്റ് അംഗവുമായ ഒരു യുവാവിൻ്റെ കിഡ്നി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഒരു കൈത്താങ്ങായി KCYL അതിരൂപതാ സമിതി 100 രൂപ ചലഞ്ച് മുന്നോട്ട് വെച്ചു. ലോകമെമ്പാടുമുള്ള എല്ലാ നല്ലവരായ ജ്ഞാനായ യുവജനങ്ങളുടെയും സഹകരണത്തോടുകൂടെ 3,60,000 രൂപ സമാഹരിച്ച് യുവാവിൻ്റെ കുടുംബത്തെ ഏൽപ്പിക്കുവാൻ സാധിച്ചു. സിൻഡിക്കേറ്റ് മീറ്റിംഗ് നടത്തപ്പെട്ടു. KCYL സംഘടനയുടെ സിൻഡിക്കേറ്റ് മീറ്റിംഗ് ചേർപ്പുങ്കൽ ഗുഡ് സമരീറ്റൻ സെൻറ്ററിൽ വെച്ച് സെപ്റ്റംബർ മാസം 23, 24 തീയതികളിൽ നടത്തപ്പെട്ടു. മീറ്റിംഗിൽ KCYL അതിരൂപത ഡയറക്ടർ ശ്രീ ഷെല്ലി ആലപ്പാട് ഉദ്ഘാടനം ചെയ്തു. വിവിധ ഫോറമുകളിൽ നിന്നായി 20ഓളം സിൻഡിക്കേറ്റ് അംഗങ്ങൾ സിൻഡിക്കേറ്റ് മീറ്റിംഗിൽ പങ്കാളികളായി. KCYL അതിരൂപത പ്രസിഡന്റ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. KCYL സംഘടനയുടെ പ്രവർത്തനങ്ങൾ ആഗോളതലത്തിൽ പരിപോഷിപ്പിക്കുവാനായി KCYL അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ യൂറോപ്പ്, UAE, UK, ഓസ്ട്രേലിയ എന്നിങ്ങനെ 17ഓളം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുകയും അവിടെയുള്ള KCYL സംഘടനകളുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും യുവജനങ്ങളുമായി സംവാദിക്കുകയും ചെയ്തു. അതിരൂപതല കലോത്സവം. KCYL സംഘടനയുടെ 2022-23 പ്രവർത്തന വർഷത്തിലെ അതിരൂപതല കലോത്സവ മത്സരങ്ങൾ കോട്ടയം BCM കോളേജിൽ വെച്ച് KCYL എടക്കാട്ട് ഫോറോനയുടെ ആതിഥേയത്വത്തിൽ ഒക്ടോബർ മാസം 23 തീയതി നടത്തപ്പെട്ടു. വാശിയേറിയ മത്സരത്തിൽ ഫോറോണ തലത്തിൽ ചുങ്കം, കൈപ്പുഴ ഫോറോണകൾ 1, 2 സ്ഥാനങ്ങൾ നേടിയപ്പോൾ കിടങ്ങൂർ, ഉഴവൂർ ഫോറോണകൾ 3ാം സ്ഥാനം പങ്കിട്ടു. യൂണിറ്റ് തലത്തിൽ കരിങ്കുന്നം, ചുങ്കം, ഉഴവൂർ യൂണിറ്റുകൾ
യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. KCYL അതിരൂപ സമിതി അംഗങ്ങൾ, സിൻഡിക്കേറ്റ് അംഗങ്ങൾ, എടക്കാട് ഫോറോണ സമിതി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിജയികൾക്ക് എടക്കാട് ഫോറോണ ചാപ്ലൈൻ ഫാദർ ജിതിൻ വളാർക്കാട്ടിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KCYL സമാപനവും വാർഷികവും. KCYL സംഘടനയുടെ 55ാമത് ജന്മദിന ആഘോഷവും 2022-23 പ്രവർത്തന വർഷ സമാപനവും വാർഷികവും നവംബർ മാസം 19-ാം തീയതി ചെറുകര ദേവാലയത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. KCYL കോട്ടയം അതിരൂപത പ്രസിഡന്റ് ശ്രീ ലിബിൻ ജോസ് പാറയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന സമാപന സമ്മേളനം കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് ഉദ്ഘാടനം ചെയ്യുകയും പ്രശസ്ത സിനിമാ താരം ശ്രീ ദിലേഷ് പോത്തൻ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയും ചെയ്യുന്നു. KCYL അതിരൂപത സമിതി അംഗങ്ങൾ, ചെറുകര യൂണിറ്റ് സമിതി അംഗങ്ങൾ, KCYL സിൻഡിക്കേറ്റ് അംഗങ്ങൾ, KCYL കിടങ്ങൂർ ഫോറോണ സമിതി അംഗങ്ങൾ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. ഈ ഡിജിറ്റൽ റിപ്പോർട്ടിനായി എല്ലാവിധ സഹകരണവും നൽകി സഹായിച്ച KCYL വൈസ് പ്രസിഡന്റ് ശ്രീ ജെറിൻ ജോയ് പാറാണിയിലിനും ജോയിന്റ് സെക്രട്ടറി അലീന ലൂമോൻ പാലത്തിങ്കലിനും ഞങ്ങളോടൊപ്പമായിരുന്ന ജിയ ടോമി മാവേലിൽ, ജിബിൻ ജെയിംസ് പുത്തൻപുരയ്ക്കൽ, ഫാദർ ജിസ്മോൻ മഠത്തിൽ എല്ലാ ടെക്നിക്കൽ സഹായവും നൽകി ഞങ്ങളെ സഹായിച്ച കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് 2022-23 KCYL കോട്ടയം അതിരൂപത ഡിജിറ്റൽ റിപ്പോർട്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് KCYL.